أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. മാഷാ അല്ലാഹ്. മഷ്കൂർ, ജസാക്കല്ലാഹ് ഖൈർ. നല്ല ഖിറാഅത്ത്. അടുത്തതായി സ്വാഗതം ആശംസിക്കാനായി ഹുസ്നത്താന വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മഹനീയമായൊരു സദസ്സിലാണ് നമ്മളേവരും ഇപ്പോൾ ഉള്ളത്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഖുർആന് ദിവസേന നമ്മൾ പാരായണം ചെയ്യുകയും അതോടൊപ്പം തന്നെ അർത്ഥസഹിതം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും തഫ്സീർ പഠനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ആളുകളെന്നാണ് ഒരുവിധം എല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഖുർആനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകൾ തമ്മിലുള്ള കണക്ഷനുകളും പിന്നെ അതുപോലെ അതിനെക്കുറിച്ച് ഓരോ ആയത്തിനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദിന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഖുർആൻ പഠനം എന്നതിനേക്കാൾ ഉപരി അതിനെ കൂടുതൽ ആഴത്തിലേക്ക് ഖുർആനെ നമുക്ക് ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുവാനുള്ളൊരു പ്രേരണ നൽകുകയും കൂടിയാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലാണ് ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ ഉണ്ടാവാം. അപ്പോൾ ആദ്യമായി എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഞാൻ ഈ പരിപാടിയുടെ ഈ ക്ലാസ്സും എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുകയും നമുക്ക് ക്ലാസ് എടുക്കാൻ സന്നദ്ധമായിട്ടുള്ള ഉസ്താദ് സമീർ ഉസ്താദിനെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രോഗ്രാം അധ്യക്ഷൻ കൂടിയാണ് സമീർ ഉസ്താദ്. പിന്നെ നമ്മുടെ പ്രോഗ്രാം ആങ്കറായിട്ടുള്ള മുഫീദയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉദ്ഘാടന സെഷൻ ക്ലാസ് ആണ്. അത് നമ്മളെ സംബന്ധിച്ചോളം കുവൈത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും
ഒരു സ്പെഷ്യലാണ്. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള സക്കീർ ഉസ്താദാണ് ഇതിലെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹം പിന്നെ കുവൈത്തിലെ ഒരു ഇസ്ലാമിക് കുവൈത്ത് ഇസ്ലാമിക് അസോസിയേഷൻ്റെ നേതാവും അതുപോലെ ഇസ്ലാമിക പണ്ഡിതനും വാഗ്മിയും പ്രഭാഷകനുമായിട്ടുള്ള ആളാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ഉസ്താദായിരുന്നു. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുപോലെ ഉസ്താദ് നിലവിൽ ശാന്തപുരം മഹല് അസിസ്റ്റന്റ് ഖാദിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉസ്താദിനെ നമ്മൾ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള എല്ലാ സഹോദരിമാരെയും എസ്പെഷ്യലി ബാച്ച് 7 സ്റ്റുഡൻസിനെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കുറച്ച് സഹോദരിമാരുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നന്ദി അറിയിക്കുന്നതിന് മഞ്ജുവിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തദബ്ബുർ അൽ ഖുർആൻ, ഖുർആന്റെ ആയത്തുകളെയും വാക്കുകളെയും ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കാനും അതുപോലെ തന്നെ ചർച്ച ചെയ്യാനുള്ള ഈ കോഴ്സ് കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നോമാൻ അലി ഖാൻ നടത്തിയിട്ടുള്ള ഡിവൈൻ സ്പീച്ച് എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഉസ്താദിന് എന്തുകൊണ്ട് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു പഠന രീതി ഏറ്റവും ലളിതവും ഫലപ്രദവും ആയ രീതിയിൽ നമ്മിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്തയാണ് 2 ഓഫ്ലൈനും 4 ഓൺലൈൻ സക്സസ്ഫുൾ ബാച്ചിന് ശേഷം ഇന്ന് ആരംഭിക്കുന്ന 7ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടന വേദിയിലാണ് നാം ഏവരും ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ഈ കോഴ്സ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ പഠിതാക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. 2 വാക്ക് സംസാരിക്കുന്നതിനായി അധ്യക്ഷനും നമ്മുടെ ഉസ്താദുമായ ഉസ്താദ് പി സമീർ മുഹമ്മദ് കൊക്കൂറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹത്താൽ ഇന്ന് നമ്മളുടെ ബാച്ച് 7ാമത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനമാണ്. ഇതിനു മുമ്പേ നമ്മൾ 7 ബാച്ചുകൾ നമ്മൾ ചെയ്തിരുന്നു. ഈ തദബ്ബുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിൽ ഉദിച്ചത് കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നോമാൻ അലി ഖാൻ്റെ ഒരു കോഴ്സ് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. അതിൽ അദ്ദേഹം വെറും ആയത്തുകളുടെ ആശയം മാത്രമല്ല, അല്ലെങ്കിൽ തഫ്സീർ മാത്രമല്ല, പക്ഷേ ഖുർആനിൻ്റെ ഒരു അമാനുഷികത എന്ന അർത്ഥത്തിൽ അതിൻ്റെ ഭാഷയെക്കുറിച്ചിട്ടും അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടും ദീർഘകാലം വളരെയധികം നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു 2-3 സെഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം റെക്കോർഡ് ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ആശയമാണ് എന്തുകൊണ്ട് ഇത് സാധാരണ ആളുകൾക്ക് എത്തിച്ചൂടാ. കാരണം ക്ലാസ് കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരുന്നു. അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ അതിനെ നമ്മൾ പഠിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഏകദേശം 10-700 സ്ലൈഡുകളായിട്ട് വന്നു. അങ്ങനെയാണ് ഇതൊരു 5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് എന്ന രൂപത്തിൽ 2020 ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 5 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ പലരും ചോദിച്ചിരുന്നു ഇതിൻ്റെ ഒരു രീതിയെക്കുറിച്ചിട്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആയത്തുകളുടെ അർത്ഥവും അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ഉണ്ടാകുന്ന പോലെ ഏതെങ്കിലും ഒരു സൂറത്ത് എടുത്തിട്ട് അതിൻ്റെ ആയത്ത് പഠിക്കലല്ല. അതിന് അപ്പുറമായിക്കൊണ്ട് തന്നെ ഖുർആൻ്റെ ഭാഷയുടെ ഒരു സൗന്ദര്യമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ സംഗതികളും ഓരോ സ്ഥലത്ത് കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില മനോഹരമായ ലക്ഷ്യങ്ങളുണ്ട്. ഒരു സൂറത്തിൻ്റെ ക്രമങ്ങൾ, ആയത്തിൻ്റെ ക്രമങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഓർഡർ നിശ്ചയിക്കുന്നതിലും ഒരു യുക്തിയുണ്ട്. അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ തദബ്ബുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരേ അർത്ഥം വരുന്ന പല പദപ്രയോഗങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നതായി കാണാൻ സാധിക്കും.
എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിലത്തെ ഒരു യുക്തി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലത്തെ ഒരു മനോഹരമായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും, ഓരോ ആയത്തുകൾ മറ്റ് ആയത്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഒരു സൂറത്ത് മറ്റു സൂറത്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതുപോലെ ആയത്തുകളുള്ള സിമെട്രി എന്താണ്, അത്തരത്തിലുള്ള ഒരു കൊഹറൻസ് എന്താണ്, അതേപോലെ തന്നെ ഭാഷയുടെ സൗന്ദര്യം, ഖുർആന് കഥ പറയുന്ന രീതികൾ, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞ പോലെ അല്ല യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഖുർആൻ നമ്മളോട് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആൻ ഒരുപാട് ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. ആ ഉദാഹരണങ്ങൾ തരുന്നതിൻ്റെ മനോഹരമായ ആശയങ്ങൾ, അതിൻ്റെ രീതികൾ, അതിൻ്റെ ശൈലികൾ, അങ്ങനെ തുടങ്ങി ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു യാത്ര നടത്തുക എന്നാണ് ഈ കോഴ്സിൻ്റെ ഒരു ലക്ഷ്യം. പലരും ചോദിച്ചിരുന്നു ഇതിന് വല്ല ഫീസ് കാര്യം ഉണ്ടാകുന്നുള്ളതൊക്കെ. അൽഹംദുലില്ലാ ഇതുവരെ നമ്മൾ ആരൊക്കൊന്നും 10 പൈസ വാങ്ങിയിട്ടില്ല, ഇനിയിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, തൽക്കാലം വാങ്ങാനില്ല. നമ്മളാകെയുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആളുകൾ ഖുർആനെ ഒരു തഫ്സീർ അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കുന്നതിനുപരി അതിൻ്റെ ഒരു സൗന്ദര്യം ഉൾക്കൊള്ളുകയും ഖുർആനോട് കൂടുതൽ മുഹബ്ബത്ത് ഉണ്ടാവുക, അതുവഴി ഖുർആൻ്റെ ആശയങ്ങളെ കൂടുതൽ പഠിക്കാൻ ആളുകൾ ശ്രമിക്കുക, അതിനൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന രൂപത്തിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നല്ല രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനും നല്ല രൂപത്തിൽ പഠിപ്പിക്കാനൊക്കെ അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം നിങ്ങളെല്ലാവരും ഒന്ന് വന്നിട്ടുള്ളത് എൻ്റെ വർത്താനം കേൾക്കാനല്ല, ബഹുമാന്യ സക്കീർ ഹുസൈൻ തൂർ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹവും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കുറേ കാലം മുമ്പുള്ള ബന്ധമാണ്, അടുത്ത സുഹൃത്താണ്. നമ്മളുടെ 2 ബാച്ചുകളുടെയും മുമ്പത്തെ ഉദ്ഘാടനം നിർവഹിച്ചതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാവും. സക്കീർ സാഹിബിൻ്റെ മനോഹരമായ ക്ലാസ് ശ്രവിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്തുകയാണ്. വാഹൃദാന അൽഹംദുലില്ലാഹി ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുവൈത്തിലുള്ളവർക്ക് ഏറെ സുപരിചിതനും പണ്ഡിതനും പ്രഭാഷകനും ഇന്ന് ശാന്തപുരം അസിസ്റ്റന്റ് ഖാദിയുമായി ജോലി ചെയ്യുന്ന ഉസ്താദ് ജനാബ് സക്കീർ ഹുസൈൻ തുവൂരിനെ മുഖ്യ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. وعليكم വലൈക്കും السلام സലാം ورحمة بسم الله الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ അധ്യക്ഷൻ സമീർ സാഹിബ്, പരിപാടിയുടെ സംഘാടകരായ സഹോദരിമാർ മുഫീദ, ഹുസ്ന, മറ്റു പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഏതൊരു നല്ല ലക്ഷ്യം വെച്ചിട്ടാണോ ആ ലക്ഷ്യങ്ങളൊക്കെയും പൂർത്തീകരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കട്ടെ. തദബ്ബുറുൽ ഖുർആൻ എന്നത് സമീർ സാഹിബ് ഒരുപാട് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. ഈ ക്ലാസ് പറഞ്ഞതുപോലെ 1-2 പ്രാവശ്യം അതിന്റെ ഉദ്ഘാടന പരിപാടികളിലൊക്കെ സംബന്ധിക്കാൻ, അതിന്റെ ഓരോ ബാച്ചുകളുടെ ഉദ്ഘാടന പരിപാടികളിലൊക്കെ സംബന്ധിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ ക്ലാസ് നടക്കുന്ന രീതികളെ സംബന്ധിച്ച്, ക്ലാസിന്റെ രീതികളെ സംബന്ധിച്ചൊക്കെ ഞാൻ പലരോടും ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ നടക്കുന്ന ഒരു പരമ്പരാഗത ഖുർആൻ ക്ലാസ്, ഇപ്പൊ ഞങ്ങളൊക്കെ ഖുർആൻ ക്ലാസ് നടത്തുന്നവരാണ്, നമ്മളുടേതായ ഒരു സ്റ്റൈലിലോ ശൈലിയിലോ രീതിയിലോ അല്ല. ഇത് വ്യത്യസ്തമായ ഒരു ഖുർആൻ പഠനമാണ്. അപ്പൊ ഈ പഠനത്തിന്, ഇങ്ങനെയുള്ള ഒരു പഠനം അപൂർവം ആളുകൾക്ക് മാത്രം സാധിക്കുന്നതോ അല്ലെങ്കിൽ നടക്കുന്നതോ സംഗതി. അങ്ങനെ എല്ലാവരും വിചാരിച്ചാലും നടക്കില്ല ഈ രൂപത്തിലുള്ള ഒരു പഠനം. ഇതിന് പ്രത്യേകമായ തയ്യാറെടുപ്പും പ്രത്യേകമായ കഴിവും പ്രത്യേകമായ സന്നദ്ധതയും ഒക്കെ വേണം. അപ്പൊ അതിനൊക്കെ അത്തരം സംഗതികളൊക്കെ ഒത്തൊരുമിച്ച് അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സമീർ സാഹിബ്. അതുകൊണ്ടാണ് ഇത് നിരന്തരമായി അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കുന്നത്. ജോലി തിരക്കുകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഇടയിലും
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതിന്റെ തൗഫീഖ് നൽകുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തദബ്ബുറുൽ ഖുർആൻ എന്നത് ഖുർആനിനെ കുറിച്ചുള്ള ചിന്ത എന്നാണ് സാമാന്യമായിട്ട് പറയാം. തദബ്ബുറെ ഖുർആൻ എന്നുള്ളത് ഒരു തഫ്സീറിന്റെ, ഉറുദുവിലെ ഒരു തഫ്സീറിന്റെ പേരാണ്. അബുൽ അല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ പോലെ തന്നെ ഉറുദുവിൽ പ്രചാരമുള്ള ഒരു തഫ്സീറാണ് പഴയ ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി ആയിരുന്ന അമീൻ അഹ്സൻ ഇസ്ലാഹിയുടെ തദബ്ബുറെ ഖുർആൻ. തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്നതിന്റെ ഉറുദു രീതിയാണ്, പ്രയോഗമാണ് തദബ്ബുറെ ഖുർആൻ എന്ന് പറയുന്നത്. ഈ തദബ്ബുറെ ഖുർആൻ, അതുപോലെ തദബ്ബുറുൽ ഖുർആൻ, ഫി ളിലാലിൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ വേറൊരു ആസ്വാദനമാണ്. അതും ഒരു തഫ്സീറല്ല, കേവലമായ നമ്മുടെ പരമ്പരാഗത തഫ്സീറിന്റെ ഇതല്ല. ഫി ളിലാൽ ഖുർആൻ, ഖുർആന്റെ തണലിൽ എന്ന് പറയുന്ന സയ്യിദ് ഖുത്ബിന്റെ തഫ്സീർ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ രീതികളും ശൈലികളും അവലംബിച്ചിട്ടുള്ള പഠനങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള പണ്ഡിതന്മാർ എഴുതുകയും ക്ലാസ്സുകൾ എടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആനിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഖുർആനിൽ ചിന്തിക്കുക എന്നത് ഒരു പ്രയോഗമാണ്. ഖുർആനിൽ ചിന്തിക്കുക. അപ്പൊ ഖുർആനിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആന്റെ ആശയത്തെ കുറിച്ച് ചിന്തിക്കാം, അതിന്റെ ഭാഷയെ കുറിച്ച് ചിന്തിക്കാം, അതിലെ ഭാഷാപരമായ അതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോ സമീർ സാഹിബ് പറഞ്ഞതുപോലെ, സ്വാഗതത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെയൊക്കെ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നു. അപ്പൊ ആ രൂപത്തിലൊക്കെ പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ എന്താ പറയാ ഫലവും ഗുണവും മനുഷ്യന് കിട്ടുന്ന, ഖുർആനിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന, ഖുർആനിന്റെ അമാനുഷികത ബോധ്യപ്പെടുത്തുന്ന, ഖുർആന്റെ അമാനുഷികതകൾ ബോധ്യപ്പെടാനുള്ള പല മാർഗങ്ങളുണ്ടല്ലോ. ആ പല മാർഗങ്ങളില് അധികമാരും കൈവെക്കാത്ത ഒരു മേഖലയാണ് ഈ പറഞ്ഞ ഈ സമീർ സാഹിബിന്റെ ക്ലാസ്സിന്റെ ശൈലി എന്ന് പറയുന്നത്. അത് ഖുർആനിന്റെ അമാനുഷികത ബോധ്യപ്പെടാൻ അത് സഹായകമാവും, കാരണമായി തീരും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഉള്ള ഒരു കോഴ്സ്. അപ്പൊ ഈ കോഴ്സിനെ ആ അർത്ഥത്തിൽ തന്നെ വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സമീർ സാഹിബിനും അത് അങ്ങനെ തന്നെ പഠിച്ചു മുന്നേറാൻ പഠിതാക്കൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക. 1-2 കാര്യങ്ങൾ മാത്രം, ദീർഘമായി പ്രസംഗിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ പറയാം. ഖുർആനെ കുറിച്ച് ഇപ്പൊ ഖുർആന്റെ ഒരു ക്യാമ്പയിൻ ഇപ്പൊ കുവൈത്തില് KIG നടത്തിയല്ലോ, ഖുർആൻ വെളിച്ചമാണ് എന്നുള്ളൊരു ക്യാമ്പയിൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ ഇപ്പൊ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ചില വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ പലരും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ടായി. ഞാൻ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങൾ അവസാനിക്കാത്ത വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഒരു സാമാന്യം നീണ്ട ഒരു പോസ്റ്റ്, നമ്മൾ കൊറോണ കാലത്താണ് നമ്മളുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാനൊക്കെ തുടങ്ങിയത്. അപ്പൊ കൊറോണ കാലത്ത് ഞാൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത്ഭുതങ്ങൾ അവസാനിക്കാത്ത വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിന് എനിക്ക് തോന്നുന്നു വലിയ സ്വീകാര്യത സാധാരണഗതിയിൽ നമ്മളെപ്പോലുള്ള ഒരാളുടെ ഒരു പോസ്റ്റിന് കിട്ടുന്നതിനൊക്കെ വലിയ ഒരു സ്വീകാര്യത ആ പോസ്റ്റിന് കിട്ടുകയും റീച്ച് കിട്ടുകയും ധാരാളം ഗ്രൂപ്പുകളിലും അതുപോലെ ഇടങ്ങളിലൊക്കെ അത് കറങ്ങുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഖുർആനിന്റെ മാസ്മരികതയെ സംബന്ധിച്ചും ഖുർആനിന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ചും, അഥവാ ഖുർആനിന്റെ അത്ഭുതങ്ങൾ പഠിച്ചു തീരാത്തതും പഠിപ്പിച്ചു തീർക്കാൻ കഴിയാത്തതുമായ അത്ഭുതങ്ങൾ അടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ. അപ്പൊ ഈ ഖുർആന്റെ അത്ഭുതങ്ങൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുള്ളൂ. അതായത് ഖുർആനിന്റെ ദൈവികതക്കും ഖുർആനിന്റെ അമാനുഷികതക്കും ഖുർആനാകുന്ന അത്ഭുത ഗ്രന്ഥത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും മനസ്സിലാക്കുവാൻ സാധ്യമാകുന്ന 1-2 കാര്യങ്ങൾ. അഥവാ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഖുർആൻ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യമായ വിപ്ലവമാണ്, സാമൂഹ്യമായ മാറ്റമാണ്.
ഒരു ലോകത്തൊരു ഗ്രന്ഥത്തിനും ഇങ്ങനെ മനുഷ്യ സമൂഹത്തെ മാറ്റിപ്പണിയാൻ സാധിച്ചിട്ടില്ല, ലോകത്തെ മാറ്റിപ്പണിയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ മനുഷ്യ സമൂഹത്തെയും ലോകത്തെയും മാറ്റിപ്പണിത അത്ഭുതകരമായ ഗ്രന്ഥം അതാണ് ഖുർആൻ. ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലേ, ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട ഒരാൾ, അയാളെ നമ്മൾ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ എന്താ ചെയ്യാൻ? വലിയ പാടാണ്. ഒരു കുടിയന്റെ കുടി മാറ്റാൻ അങ്ങനെ എത്രയോ നമുക്കറിയുന്ന അനുഭവങ്ങളുണ്ട്. നമ്മൾ കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെന്ററുകളിൽ വെക്കും, അതുപോലെ പിന്നെ ചികിത്സിക്കും ഒക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും കുടിച്ചോളും. 3 മാസം 6 മാസം പിന്നെയും കുടി തുടങ്ങും. അപ്പൊ ഇങ്ങനെ പിന്നെ ഇതീ അടിമപ്പെട്ടു പോയവർ, മയക്കുമരുന്നാവട്ടെ കഞ്ചാവാകട്ടെ മറ്റെന്താവട്ടെ, ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടു പോയവരെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മാർഗം, ഒരു രീതി, ഒരു സംവിധാനം, ഈ ഡി അഡിക്ഷൻ പോലുള്ള സംഗതി ഇതിലൊന്നും വിജയിക്കാത്ത അല്ലെ, അത് നമ്മൾ കാണുന്ന അല്ലെ, അപൂർവ ആളുകൾ അതിൽ വിജയിക്കുന്നുണ്ട് കാര്യം. പക്ഷെ നോക്ക്, ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ മദ്യത്തിൽ മുങ്ങി അതിൽ കുളിച്ച് ജീവിച്ച ഒരു ജനതയെ എങ്ങനെ രക്ഷിച്ചെടുത്തു? അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികളുടെ സ്വഭാവവും രീതി അറിയാമായിരുന്നല്ലോ, അവരുടെ അവസ്ഥ നമുക്കറിയാമായിരുന്നല്ലോ. അവർ മുഴുവൻ മദ്യപാനികളായിരുന്നു. മദ്യമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ആ സമൂഹം പിന്നെ മദ്യത്തിന്റെ ശത്രുക്കളായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത്. മദ്യത്തിന്റെ ശത്രുക്കളായിട്ട് അവർ മാറി. മദ്യം ഒരു തുള്ളി പിന്നെ അത് വായിൽ വെച്ച് രുചിച്ചു നോക്കുക പോലും ചെയ്യാത്ത ആളുകൾ. പിൽക്കാലത്തുണ്ടായ തലമുറകളും സമൂഹവും എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവര് മദ്യത്തിന്റെ ശത്രുക്കളാണ്. മദ്യം ഇന്നിപ്പോ നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മളാരും മദ്യത്തിന്റെ രുചി അറിഞ്ഞവരല്ല അല്ലെ. മദ്യം കയ്പാണോ പുളിപ്പാണോ എന്ന് വായിൽ ഒരു തുള്ളി വെച്ച് നോക്കിയിട്ടില്ലാത്തവരാകുമ്പോൾ ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കുടിയന്മാര് കൂടുതലാണ്, അതൊക്കെ നമ്മൾ പറയും. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും കോടിക്കണക്കിന് മനുഷ്യർ ഇന്നും ലോകത്ത് ഈ ഒരു മദ്യം തുള്ളി വായിൽ വെക്കാത്തവരാണ്. അപ്പോ ഈ ഇത്രയും വലിയൊരു സ്വാധീനം അന്ന് ഈ കുടിയന്മാരെ മുഴുവൻ ഏത് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയെടുത്തത്? ആ മുഴുക്കുടിയന്മാരായ ഒരു ജനത മുഴുവൻ എങ്ങനെ മാറ്റി? അവർ മദ്യത്തിന്റെ ശത്രുക്കളായിട്ട് എങ്ങനെ മാറി? പിൽക്കാലത്ത് വളർന്നു വന്ന തലമുറകൾ മദ്യവിരോധികളായിട്ട് എങ്ങനെ മാറി? എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ സ്വാധീനമാണ്. അതാണ് ഖുർആന്റെ അത്ഭുതം എന്ന് പറയുന്നത്. അത് ലോകത്ത് ഒരു ഗ്രന്ഥത്തിന് സാധ്യമാകുന്ന കാര്യമല്ല. ഇന്നവൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലേ, മദ്യവും ചൂതാട്ടവും അതുപോലെ പ്രശ്നം വെക്കലും ഒക്കെ പൈശാചിക പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ, ശുദ്ധ ഖുർആൻ ചോദിച്ചപ്പോ അല്ലെ, ഫജ്തനിബൂഹു, അത് ഉപേക്ഷിക്കുവിൻ എന്ന് പറഞ്ഞപ്പോ, പിന്നെ ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ വിരമിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ അതിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുനിന്ന. അതാണ്. അപ്പൊ ആ അത്ഭുതമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെ തന്നെ പലിശ നമുക്കറിയാലോ, മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായം വളരെ വ്യാപകമായ രൂപത്തിൽ ആ സമൂഹത്തിൽ നിലനിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ വരെ പലിശ സമ്പ്രദായത്തെ ഞാൻ എൻ്റെ കാലിനടിയിലിട്ട് ചവിട്ടി താഴ്ത്തുന്നു എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ പലിശ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായമാണ്. ആ ചൂഷണ സമ്പ്രദായത്തെ പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ബാങ്കുകളിലൊക്കെ കോടിക്കണക്കിന് രൂപ എഴുതി തള്ളപ്പെടുകയാണ് മുസ്ലിങ്ങളുടെ പലിശ വേണ്ടാന്ന്. അല്ലെങ്കിൽ പലിശ വല്ലപ്പോ പുതിയ പണ്ഡിതന്മാരുടെ ഫത്വയ്ക്ക് അനുസരിച്ച് ബാങ്കിൽ പലിശയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങ് എടുത്തിട്ട് ഏതെങ്കിലും പൊതുകാര്യങ്ങൾക്കോ പാവങ്ങൾക്കോ ഒക്കെ കൊടുക്കണം. എന്നാൽ പോലും അത് ഇന്നൊരു പൈസ പോലും സ്വന്തമായി ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത്രയും വലിയൊരു സ്വാധീനം മനുഷ്യരിൽ ഉണ്ടാക്കിയ ഈ ഖുർആൻ, അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പിശാചു ബാധയേറ്റവനെ പോലെയാണ് പലിശ തിന്നുന്നവൻ. അതോടുകൂടി തീർന്നു. ആ പലിശയുടെ ശത്രുക്കളായിട്ട് അവർ മാറാൻ. എന്നല്ല, പലിശ മുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പാടുപെടുകയാണ്. ഒന്നും കഴിയാത്തവൻ, പലിശ മുക്തമായ ഒരു രാജ്യത്തെയോ ഒരു ലോകത്തെയോ ഒരു സംവിധാനത്തെയോ
ഉണ്ടാക്കാനും ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ 100 പേര് പ്രദേശത്താണെങ്കിൽ അവിടെ ഒരു പലിശ രഹിത നിധിയെങ്കിലും ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവർ പാവങ്ങളെ സഹായിക്കുകയാണ്. ഈ പലിശയുടെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോക്കൂ നിങ്ങൾ, 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും മനുഷ്യരെ ഇങ്ങനെ ഈ രൂപത്തിൽ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ഖുർആൻ ഉണ്ടാക്കിയ സ്വാധീനമാണ്. അതുപോലെ ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് പകരം ആളുകൾക്ക് അങ്ങോട്ട് സഹായിക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാക്കുകയാണ്, അല്ലെ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ, സദഖ എന്ന് പറഞ്ഞാൽ ദാനം, ധർമ്മം, ഇങ്ങനെ എത്ര അങ്ങനെ ഒരുപാട് നമ്മൾ എണ്ണി പറഞ്ഞാൽ തീരാത്ത വിധം മനുഷ്യ സമൂഹത്തിന്റെ വിശ്വാസത്തെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ രീതികളെ, അവരുടെ പെരുമാറ്റത്തെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ സംസാരത്തെ, അവരുടെ നോട്ടത്തെ, അവരുടെ ഇരുത്തത്തെ, അവരുടെ നടത്തത്തെ, ജീവിതത്തെ അടിമുടി സ്വാധീനിച്ച, അല്ലെ? ആളുകൾ ജീവിതത്തിന്റെ A to Z, രാവിലെ ഉണർന്ന് വൈകുന്നേരം മനുഷ്യൻ ഉറങ്ങുന്നത് വരെയുള്ള ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും സമഗ്രമായി സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇത് തന്നെയാണ് ഈ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഒരു അമാനുഷികത എന്നാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഇതിന്റെ ഭാഷാപരമായ, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ടാകും, ഇതിന്റെ ഭാഷാപരമായ സവിശേഷതകൾ. എത്ര സിമ്പിളാണ് ഖുർആൻ, അതോടൊപ്പം ഇത്ര ഗഹനമാണ് ഖുർആൻ. സിമ്പിളാണെന്ന് പറയാനുള്ള കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അറബി പത്രം വായിച്ചിട്ട് മനസ്സിലാവാത്ത ഒരാൾക്ക് അറബിക്കുള്ള ഖുർആൻ വായിച്ചാൽ കുറച്ച് അറബി അറിയുന്ന ആളാണെങ്കിൽ മനസ്സിലാവും. പക്ഷെ ഈ അറബിയുടെയും ഭാഷയുടെയും ഒക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഖുർആനാണ്. അപ്പൊ ചെറിയ കാര്യമില്ലല്ലോ. അപ്പൊ അത്രയും ഭാഷ മാത്രമല്ല, ഭാഷകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കെ വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയെ നവീന ഭാഷയായിട്ട് നിലനിർത്തുന്ന ഈ വിശുദ്ധ ഖുർആൻ, അത് ഖുർആന്റെ അത്ഭുതമാണ്. അങ്ങനെ അത്ഭുതങ്ങൾ അവസാനിക്കാത്ത ഞാൻ എൻ്റെ ഒരു പരിമിതമായ ഇത് വെച്ചിട്ട് ഞാൻ അതിൽ എണ്ണി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ മനസ്സിലാകും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വായിച്ചു നോക്കാവുന്ന. അതുപോലെ ഇതിനേക്കാൾ വിശദമായി പറഞ്ഞ പണ്ഡിതന്മാർ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അത്ഭുതം, അതായത് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനത്തിന്റെയും അതിന്റെ ഭാഷാപരമായ സവിശേഷതകളുടെ, ഇതൊന്നും ഒരു നിരക്ഷരനായ സ്കൂളിലും മദ്രസയിലും പോയിട്ടില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യൻ കെട്ടി ചമച്ചുണ്ടാക്കി പറഞ്ഞതാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ യുക്തിവാദികളൊക്കെ പറഞ്ഞ് വളരെ വൃത്തികെട്ട, എന്താണ് പറയാ, ബാലിശമായ വർത്തമാനങ്ങളാണ് അവർ പറയാം. എന്നുവെച്ചാല് ഖുർആൻ മുഹമ്മദിന് അപസ്മാര രോഗം ഉണ്ടായിട്ട്, ചുഴലി രോഗം ഉണ്ടായിട്ട്, അത് ഇളകി വീഴുമ്പോ എന്തൊക്കെ വിളിച്ചു പറയുന്നു, അതാണ് ഖുർആൻ. അപ്പൊ അതിന് അവർ തെളിവായി എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന സമയത്ത് നബിക്ക് ചിലപ്പോ ശരീരം വിയർക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. കാരണം ഇതിന്റെ അത്രയും വലിയ ഭാരം, വഹി ഇറങ്ങുന്ന വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പൊ ആ ഹദീസുകളെ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞത് മുഹമ്മദ് അങ്ങനെ അപസ്മാരം ഇളകി വിറച്ചു വീഴുകയായിരുന്നു. അപ്പൊ എന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞതാണ്, ഒരു അപസ്മാര രോഗി വിളിച്ചു പറഞ്ഞതാണ് ഖുർആൻ എന്നും, അത് പെച്ചുമ്പയും പറഞ്ഞതാണ് ഖുർആൻ എന്നും, അതാണെന്ന് ലോകത്തെ ഇത്രയും വലിയ മാറ്റങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാക്കി ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ആകർഷിക്കുകയും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ ബൈഹർട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഈ എന്താ പറയാ, അന്ധമായ വിരോധം കാരണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാലിശമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേറെ തെളിവുകളൊന്നും ആവശ്യമില്ല, അല്ലെ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്, പഠിക്കപ്പെടുന്നതാണ്. മാത്രമല്ല ഹിഫ്ളാക്കുന്നതാണ്. ലോകത്ത് ഇങ്ങനെ ഈ മനപ്പാടാക്കുന്ന ഏത് ഗ്രന്ഥം ഉണ്ടാവും? അക്ഷരം തെറ്റാതെ മനപ്പാടാക്കുക. ഒരക്ഷരം തെറ്റാൻ വിടൂല. തെറ്റിയാൽ അപ്പോ അത് കറക്റ്റ് ചെയ്യാൻ പിന്നെ ആള്. ഇമാമിന് തെറ്റിയാൽ നമ്മൾ വിചാരിക്കുക ആരാണ്, ഒരു സാധാരണ ആളുകൾ വന്നിട്ട് വർക്ക്ഷോപ്പിലും അവിടെ ഇവിടെയൊക്കെ പണിയെടുക്കുന്ന ആളുകളൊന്നും നിസ്കരിക്കായിരിക്കും, അവരാണ് ഇമാമിനെ കറക്റ്റ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യർ അവരുടെ നെഞ്ചകങ്ങളിൽ അക്ഷരത്തെറ്റ് കൂടാതെ കൊണ്ട് നടക്കുകയാണ് വിശുദ്ധ ഖുർആൻ എന്ന്. അപ്പൊ ഈ ഖുർആന്റെ അത്ഭുതങ്ങൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ ഖുർആനിലുണ്ട്. അപ്പൊ അതിനെ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതുമായിട്ട് നമ്മളെ ജീവിതത്തെ ബന്ധപ്പെടുത്തുക, അതാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ. അപ്പൊ ഖുർആന്റെ പഠനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോ വിവാദപരമായ ചില പ്രസ്താവനകൾ ചില ആളുകൾ നടത്താറുണ്ട്. ആ നടത്തുന്ന പ്രസ്താവനകളിൽ കുറച്ച് കാര്യമുണ്ട്, തീവ്രമായി പോകുന്നുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. അതായത് ഖുർആന് വെറുതെ ഓതിയാൽ കൂലിയില്ല, വെറുതെ വായിച്ചാൽ കൂലിയില്ല, വെറുതെ ഖുർആൻ ഓതിയിട്ട് അർത്ഥം അറിയാതെ മനസ്സിലാക്കാതെ അത് കൂലിക്ക് വേണ്ടി ഓതേണ്ടതല്ല എന്നാണ്. ശരി, കൂലിക്ക് വേണ്ടി ഓതേണ്ടതല്ല ഖുർആൻ എന്ന് പറഞ്ഞത് ശരിയാണ്. ഖുർആൻ ഓതേണ്ടത്, പഠിക്കേണ്ടത് അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ടിയാണ്.
പക്ഷെ അത് വായിച്ചാലും പഠിച്ചാലും കൂലി ഇല്ല എന്ന് പറയുന്ന കുറച്ച് തീവ്രവാദമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അപ്പോഴും ആ പറയുന്നവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഖുർആാനിന്റെ തദബ്ബുർ എന്ന് പറഞ്ഞ സംഗതി ഖുർആാനെ കുറിച്ച് നടക്കാം. അത് നടക്കാതെ ഇത് കേവല അക്ഷരങ്ങളുടെ പാരായണമായിട്ട് മാറ്റിയാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ഫലം കിട്ടൂലല്ലോ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവര് ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഖുർആനെ കുറിച്ച് ചിന്തിക്കുക. അവരുടെ ഹൃദയങ്ങളിൽ പൂട്ട് ഇട്ടിട്ടുണ്ടോ എന്ന്, മനസ്സുകളിൽ പൂട്ടിട്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ ഖുർആനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്ന സംഗതി ചിന്തിക്കണം. ഇത് മനസ്സിലാകേണ്ടത് എന്താണ് ഈ പറയുന്നത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ തട്ടിമുളി വായിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അങ്ങനെ വായിച്ച കൂലി കിട്ടുമോ ഉള്ളതല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാ? ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് അവരുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്കും മോക്ഷത്തിനും വേണ്ടി നൽകിയിട്ടുള്ള വഴിയും മാർഗവുമാണ് ഖുർആൻ. വഴിയും മാർഗവുമാണ്. ഒരു ഗൈഡൻസ് ആണ്, ഒരു ഗൈഡാണ്. പുതിയ കാലത്ത് പറഞ്ഞാൽ നമുക്ക് റൂട്ട് മാപ്പാണ്. നമ്മളെ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടത്, ആ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു റൂട്ട് മാപ്പാണിത്. ഇത് പറയുന്നതനുസരിച്ച് ഇത് കേൾക്കുന്നത് പറയുന്നത് മനസ്സിലാവണ്ടേ? റൂട്ട് മാപ്പിൽ പറയുന്ന ഒന്നും മനസ്സിലാകാത്ത ഒരാൾ അയാൾ പറയുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ അത് അവനവന്റെ ഭാഷയിലേക്ക് മാറ്റണം. അതുകൊണ്ട് ഇംഗ്ലീഷ് കുറച്ച് അറിയുന്ന ആളുകൾ ഇംഗ്ലീഷ്, അല്ലാത്തവൻ അവനവന്റെ ഭാഷയിൽ അറബി ഭാഷയിലാണ് റൂട്ട് മാപ്പ് എടുക്കുന്നത്. മലയാളികളും മാത്രം അറിയുന്ന പോലെ മലയാള ഭാഷയിലാണ് റൂട്ട് മാപ്പ് എടുക്കുന്നത്. അപ്പൊ വലത്തോട്ട് തിരി, ഇടത്തോട്ട് തിരി, നേരൊക്കെ കുറച്ച് ഇങ്ങോട്ട് തിരി, അങ്ങോട്ട് തിരി എന്നൊക്കെ പറയും. ഇതൊന്നും അറിയാത്ത ഒരാൾ അത് പറയുന്നത്, ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നല്ല, ഒരു പെണ്ണുങ്ങൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ എലിയെ പോകുന്നു എന്നല്ലേ പറയാ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ, റൂട്ട് മാപ്പ് ഇട്ട് പോയാൽ. വിശുദ്ധ ഖുർആൻ നമുക്കുള്ള റൂട്ട് മാപ്പാണ്. ആ റൂട്ട് മാപ്പ് മനുഷ്യരുടെ റൂട്ട് മാപ്പ് തെറ്റിയാലും ഇത് തെറ്റൂല. മനുഷ്യരുടെ റൂട്ട് മാപ്പ് ചിലപ്പോൾ തെറ്റാറുണ്ട്. ഗൂഗിൾ മാപ്പ് കൊണ്ടുപോയിട്ട് ആളെ കുഴിയിൽ വീഴ്ത്തണമൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. പാലത്തുമെന്ന് താഴേക്ക് വീഴുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ റൂട്ട് മാപ്പ് തെറ്റൂല. ആ റൂട്ട് മാപ്പ് എവിടുക്കാൻ നമ്മളെ കൊണ്ടുപോകുന്ന വെച്ചാൽ നമ്മളെ തറവാട്ടിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. തറവാട് ഏതാണ്? തറവാട് സ്വർഗാണ്. നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവരാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നമ്മളെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അതിലേക്ക് എത്തിക്കുക, ആ വഴിയാണ്, വഴിയും മാർഗവുമാണ്. അതാണ് ഹുദൽ ലിന്നാസ് എന്ന് പറയുന്നത്, മനുഷ്യർക്ക് ആകമുള്ള മാർഗദർശനം എന്ന് പറയുന്നത്. ഇഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലെ, നിങ്ങൾ പോവുക, പുറത്തു പോവുക, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പോവുക. സ്വർഗത്തിൽ നിന്നും മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ തന്നെ പറയാണ് ഇമ്മ യഅതിയന്നകും മിന്നി ഹുദ, നിങ്ങൾക്ക് ഞാനൊരു ഹുദ കാണിച്ചു തരുന്നു, എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു ഹുദ വന്നു കിട്ടും. അതാ ഹുദയാണ് ഈ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അതാണ് ഈ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതാണ് ഈ ഗൈഡും വഴിയും മാർഗവും എന്ന് പറയുന്നത്. അത് നിങ്ങളെ നേരായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഖുർആൻ നിങ്ങളെ അതിന്റെ നേരായ മാർഗത്തിലേക്കും വഴിയിലേക്കും എത്തും. ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തും. ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കറക്റ്റായിട്ട് എത്തിക്കും ഖുർആൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ അതിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്, വായിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഖുർആനിലെ ഒരായത്ത് ഇപ്പൊ ഇങ്ങനെ പറയാം, അല്ലദീന യത്ലൂന കിതാബല്ലാഹി. ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു, സൂറത്തുൽ ബഖറയിലാണെന്ന് തോന്നുന്നു. അല്ലദീന യത്ലൂന കിതാബല്ലാഹി ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. അല്ലദീന യത്ലൂന കിതാബല്ലാഹി ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ യഥാവിധി പാരായണം ചെയ്യുന്നവർ, അവരാണ് അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നവർ. എന്താണ് ഹഖ്ഖ തിലാവത്ത്? ഈ ഹഖ്ഖ തിലാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഹഖ്ഖ തിലാവത്തിന് അതിന്റെ തഫ്സീറുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ, വെറുതെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഹഖ്ഖ തിലാവത്ത്, അപ്പൊ അതിന്റെ തഫ്സീർ പല പണ്ഡിതന്മാർ പറഞ്ഞ്, അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് സംഗതി, ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഹഖ്ഖ തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ച്, അതിന്റെ അത്തരം കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള പാരായണത്തിന് ഹഖ്ഖ തിലാവത്ത് എന്ന് പറയും. ഒന്ന്. രണ്ടാമത് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ഇതിൽ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഇത് വായിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് പറഞ്ഞാല്, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സ്വർഗത്തെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ആ സ്വർഗീയമായ അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയും എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആ സ്വർഗം ചോദിക്കുകയും ചെയ്യണം. അപ്പോ
സ്വർഗം ചോദിക്കാനും സ്വർഗീയമായ അനുഭവങ്ങൾ നമുക്കിത് മനസ്സിലാവാനും നമ്മളിത് പറയുന്നത് നമുക്ക് മനസ്സിലാകണ്ടേ. അതാണ് ഹക്കത്തിലാവത്തുള്ളത്. ഇനി നരകത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ നരകത്തിന്റെ ഭീകരതയും കാര്യം നമുക്ക് ഇങ്ങനെ മനസ്സിലാവുക ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ. എന്നിട്ട് ആ നരകത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുക. അതാണ് ഹക്കത്തിലാവത്തി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് തഫ്സീറുകളിൽ ഇതുപോലെ തന്നെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നരകത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയുന്ന നമുക്ക് നരകത്തിന്റെ ഭീകരത മനസ്സിലാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവണ്ടേ. വേറെ ചിലർ പറഞ്ഞിരിക്കുന്നു ഒരു കൽപ്പന അതിൽ പറയുകയാണെങ്കിൽ ആ കൽപ്പന അപ്പൊ പാലിക്കണം എന്ന് തീരുമാനിക്കാം. യാ യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ ആ യാ യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് എടുക്കണം. അത് എടുക്കണമെങ്കിൽ അത് മനസ്സിലാവണ്ടേ. അതുപോലെ യാ യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ആ കാര്യം ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല, ഞാനത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് തീരുമാനിക്കണം. അതാണ് ഹക്കത്തിലാവത്തിന്ന്. അപ്പൊ അത് അത് തീരുമാനിക്കണേ, അത് മനസ്സിലാവണ്ടേ. അപ്പൊ ഖുർആൻ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി പാരായണം ചെയ്താലേ അതിന്റെ യഥാർത്ഥ ഗുണമുള്ളൂ. അതിനാണ് ഇത് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് വഴിയും മാർഗമാണ്. അപ്പൊ ഇത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ കേവലമായി ഇതിങ്ങനെ പാരായണം ചെയ്യോ അല്ലെങ്കിൽ കേവലമായി ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നാൽ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാവും. കൂലി കിട്ടോ കിട്ടാതിരിക്കുക എന്നുള്ളതല്ല കാര്യം. അപ്പോ ഈ അർത്ഥത്തിൽ ഖുർആനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കാം. അവിടെയാണ് ഈ തദബ്ബുറിന്റെ പ്രസക്തി വരുന്നത്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാം. അതാണ് തദബ്ബുർ. അപ്പൊ ആഴത്തിൽ ചിന്തിക്കുക എന്നുള്ളത് അത് മനസ്സിലാക്കുക, അതിന്റെ അപ്പുറം മനസ്സിലാക്കുക, എപ്പുറം മനസ്സിലാക്കുക, അങ്ങനെ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം. അപ്പോഴാണ് അഹ്ലുൽ ഖുർആൻ എന്നാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് കുടുംബങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് പറഞ്ഞു. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ് എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന് മനുഷ്യരിൽ ചില കുടുംബക്കാരുണ്ട്. ആരാണ് റബി അള്ളാന്റെ കുടുംബക്കാരെന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുല്ലാഹി ഹും അഹ്ലുൽ ഖുർആൻ വഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. അവർ അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആൾക്കാരാണ്. ഖുർആന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ ഹിഫ്ളാക്കുന്നു, ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നു, ഖുർആനുമായി ചർച്ച നടത്തുന്നു, ഖുർആന്റെ മത്സരങ്ങൾ നടത്തുന്നു. ഖുർആനിന് എപ്പോഴും ജീവിതം. ഖുർആനിന്റെ ഒരു സേവകൻ, ഖാദിമുൽ ഖുർആൻ. അങ്ങനെ കുവൈത്തിലൊക്കെ നമ്മൾ ചില പണ്ഡിതന്മാർ അറബികളുടെ കൂട്ടത്തിലൊക്കെ അവരെന്നെ സ്വയം വിശേഷിപ്പിക്കുക ഞാൻ ഖാദിമുൽ ഖുർആൻ, ഖുർആന്റെ സേവകനാണെന്ന്. ഖുർആനിന് വേണ്ടി സേവനം ചെയ്യും, ഖുർആനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതിനു വേണ്ടി ജീവിക്കുക. അത് ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടും കാര്യമായിട്ടും കാണും. അവരാണ് അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്നത്. അവർ അള്ളാന്റെ കുടുംബമാണ്. അവര് അള്ളാഹുവിന്റെ കുടുംബമാണ്, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാസത്തു, അള്ളാഹ്ക്ക് ഏറ്റവും അടുത്ത സവിശേഷമായ പരിഗണന അള്ളാഹു തആല കൊടുക്കുന്ന ബന്ധമുള്ള ആളുകളാണവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ അഹ്ലുൽ ഖുർആൻ നമ്മളാകുന്നത്? എങ്ങനെയാണ് നമ്മൾ അള്ളാന്റെ കുടുംബമാകുന്നത്? അള്ളാന്റെ എന്താ പറയാ, അള്ളാഹുവിന്റെ എന്താ പറയാ ഏറ്റവും പ്രിയപ്പെട്ടവരും അടുത്തവരും നമ്മളാകുന്നത് ഈ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പൊ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങള് ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമ്മളൊക്കെയും നമ്മുടെ ചിന്തയിൽ പഠനത്തിൽ വിശുദ്ധ ഖുർആന് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക. അതിന്റെ വ്യത്യസ്തമായ രീതികൾ, ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഈ പഠന രീതികളും കാര്യങ്ങളും എടുത്ത് അതിലൂടെ മുന്നോട്ട് പോയി ഒരുപക്ഷെ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുതിയ ഒരു അധ്യാപകൻ, ഒരു അധ്യാപികയൊക്കെ ഉണ്ടായി വന്ന് അവരവരുടേതായ തലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ഖുർആനുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉണ്ടായി വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്, ആശംസിക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ കൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യും ചിലരെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല ചിലരെ ഖുർആൻ കൊണ്ട് ഉയർത്തും, ചിലരെ താഴ്ത്തും എന്ന് പറഞ്ഞു. ഖുർആൻ കൊണ്ട് ഉയർന്നവർ നമ്മൾ കണ്ടില്ലേ, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്തൊക്കെ ഖുർആൻ കൊണ്ട് ഉയർന്നവരാ, ആ കാലത്തുള്ള മനുഷ്യര്, ആ തലമുറകളൊക്കെ. കാരണം എന്ന് വെച്ചാൽ അവര് ഖുർആനെ ജീവിക്കാൻ സമീപിച്ചു. ഖുർആനെ ഈ പറഞ്ഞ പോലെ അവരെ ജീവിതത്തിന്റെ എന്താ പറയാ ജീവന്റെ ഗ്രന്ഥമായിട്ട് ഖുർആനെ എടുത്തു. ജീവിച്ചു ഖുർആൻ കൊണ്ട്. അത് മനസ്സിലാക്കുക, അല്ലാതെ ഖുർആൻ പാടി ഇങ്ങനെ നടക്കല്ല. അപ്പൊ അവര് ഉയർന്നു. ഖുർആൻ കൊണ്ട് താഴ്ന്നു പോകും ചെയ്യാം. ഖുർആൻ ഉണ്ടായിട്ട് തന്നെ താഴ്ന്നു പോകും. അത് ഒരുപക്ഷെ നമ്മുടെ സമൂഹമായിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഖുർആനാകുന്ന അത്ഭുത ഗ്രന്ഥമുണ്ട്, എന്നിട്ട് നമ്മൾ പിന്നോക്കക്കാരും അധസ്ഥിതരും
ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറും. എന്താ വെച്ചാൽ നമ്മൾ ഖുർആനെ അവഗണിച്ചിരിക്കുകയാണ്. ഈ ഖുർആനിനെ അവഗണിച്ചാൽ അതിന്റെ ശിക്ഷ ദുനിയാവിൽ തന്നെ അനുഭവിക്കും. അപ്പൊ അങ്ങനെ ആവാതിരിക്കുക. ഖുർആൻ കൊണ്ട് ഉയരുന്ന, ഖുർആൻ കൊണ്ട് വളരുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. അതിന് ഖുർആൻ പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിച്ചെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നമ്മളെ തുണക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സും ആരോഗ്യവും ആ നൽകുന്ന ആയുസ്സിലും ആരോഗ്യത്തിലും അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ജീവിതത്തിലുടനീളം നിർവഹിച്ച് മുമ്പോട്ട് പോകാൻ, ദീർഘകാലം ജീവിക്കാനും ദീർഘകാലം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അങ്ങനെ ലോകത്തോട് ഇവിടെ പറയാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇടം ലഭിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ കരുണാവാരിധിയും കരുണാനിധിയും ആയ അള്ളാഹുവിന്റെ കാരുണ്യവാനും കരുണാനിധിയുമായ നാഥന്റെ നാമത്തിൽ ഈ തദബ്ബുർ ഖുർആൻ കോഴ്സിന്റെ ഈ ബാച്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ സഖി സാഹിബ്. മഷ്കൂർ. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ, പ്രാർത്ഥനകൾ. പലരെയും മുഖങ്ങളെ, പരിചിത മുഖങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നേരിൽ കാണാനൊക്കെ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരുടെയും അന്വേഷണവും സലാമും പറയും വീട്ടുകാരോടൊക്കെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാല് ഞാൻ ലീവ് ചെയ്യട്ടെ സമീർ സാഹിബേ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. നിങ്ങൾ അവിടെ അത്യാവശ്യം സമയമുണ്ടോ? രാത്രിയല്ലേ? നിങ്ങൾ ലീവ് ചെയ്തോളി. രാത്രി 10:15 ചെറിയ വേറെ ഖൈർ ഇൻഷാ അല്ലാ. ജസാക്കല്ലാഹ്. മഷ്കൂർ. അടുത്തതായി ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് സുഹറ ബിത്താനെ സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തദബ്ബുർ ഖുർആന്റെ ക്ലാസുകൾ വീണ്ടും തുടങ്ങുന്നു എന്നറിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന ക്ലാസുകൾ അതിന്റെ രുചി ഭംഗിയായി അറിഞ്ഞതാണ് ഞാൻ. ക്ലാസുകൾ വളരെ മനോഹരവും ആവേശകരവുമായിരുന്നല്ലോ. ഞാൻ ഒരുപാട് ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ആവശ്യവുമായിരുന്നല്ലോ. അങ്ങനെ ഖുർആൻ അർത്ഥം പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരം ചിന്തകളിലേക്ക് നീങ്ങാൻ നമുക്ക് കഴിയുന്നത്. അർത്ഥം മനസ്സിലാക്കുക എന്നതല്ലാതെ ചിന്തകളെ ഇങ്ങനെ വിശാലമായി സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇനിയും ഇനിയും തദബ്ബുർ ചെയ്യാൻ ആവേശം തോന്നുന്നു. മുമ്പത്തെ ക്ലാസുകൾ മതിയാവാത്ത പോലെ തോന്നുന്നു. മതിയായിട്ടുമില്ല. കാലം പുരോഗമിക്കുന്നതനുസരിച്ച് ചിന്താഗതികൾ പ്രമാണങ്ങളുടെ അതിവരമ്പുകളിൽ നിന്നുകൊണ്ട് തന്നെ പുനർവായനകളും ചിന്തകളും നടത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇത്തരം ക്ലാസുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമാണ്. സമയവും കൃത്യതയും മടികൂടാതെയുള്ള വായനയും ചിന്തകളും അത്യന്തം ആവശ്യമാണ്. ഉസ്താദിന്റെ നേരത്തെ കാഴ്ചവെച്ച ക്ലാസുകൾ എത്ര മനോഹരമായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയും അതിനേക്കാൾ എത്രയോ ഉജ്ജ്വലമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ഒരു ഉദാഹരണം, മൂസാ നബിയിലേക്ക് നാം കടന്നാൽ മരുഭൂമിയും എല്ലാം തന്നെ നമുക്ക് നേരിട്ട് കാണാം. അവിടെയാണ് നമുക്ക് തോന്നിപ്പോകും. ഇനിയും അതേപോലെയുള്ള ക്ലാസുകളിലേക്ക് പോവാനുള്ള അറിവും ആവേശവും ആയുരാരോഗ്യവും പ്രിയ ഉസ്താദിനും നമുക്കും അള്ളാഹു അരുളുമാറാകട്ടെ. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷവും നന്ദിയുമുണ്ട്. അതോടൊപ്പം തന്നെ ആശ്ചര്യവും. ഇന്നേ വരെ ഞാൻ ഇത് ഒരു സദസ്സിലും ഇങ്ങനെ സദസ്സിനെ അഭിമുഖീകരിച്ചിട്ടില്ല.
ഇത്ര കാലം വരെ. ഉസ്താദിന്റെ നേരത്തെയുള്ള ക്ലാസ്സിൽ പങ്കെടുത്തു എന്നതും ഉസ്താദിന്റെ അമ്മായിയാണ് എന്നുള്ളതാണ് എൻ്റെ എന്താ പറയാ യോഗ്യത. അതാണ് എൻ്റെ യോഗ്യത. എവിടെയോ ഉള്ള ഒരു സൂറാബി, ഏതോ ഒരു സൂറാബി, ഒരു മേന്മയും ഇല്ല കേട്ടോ. തെറ്റിദ്ധരിക്കരുത്. ആരാണ് ഈ സൂറാബി വിചാരിക്കണ്ട. ജനാബ് സക്കീർ ഹുസൈൻ സാഹിബിന്റെ പ്രൗഢഗംഭീരമായ അല്ല പഠനാർഹമായ ഹ്രസ്വമായ ക്ലാസ്സുകൾ കേട്ടു. അതിലെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഉസ്താദ് സമീറിന് ക്ലാസ്സുകൾ പൂർത്തിയാക്കാനും ഭംഗിയായി ക്ലാസ് എടുക്കാനും അള്ളാഹു വിധിയാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ആയുരാരോഗ്യവും എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുമാറാകട്ടെ. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ സംരംഭത്തിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരി ആബിദ സുമയെ ക്ഷണിച്ചുകൊള്ളുന്നു ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തദബ്ബറിന്റെ ഞാനിത് 3ാമത്തെ ബാച്ചിലാണ്. ഫസ്റ്റ് ബാച്ച് ഓൺലൈൻ ആയിട്ടായിരുന്നു, പിന്നെ സെക്കൻഡ് ബാച്ച് ഓഫ്ലൈൻ ആയിട്ട്. പക്ഷെ സെക്കൻഡ് ബാച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ അതിലെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ ഉസ്താദ് തുടങ്ങുന്നെന്നറിഞ്ഞ് വളരെ ആവേശത്തോടു കൂടി തേർഡ് ബാച്ചിന് വന്ന് ചേർന്നതാണ്. പിന്നെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഖുർആൻ എന്ന മഹാത്ഭുതത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ചിന്തിക്കാനും മനസ്സിലാക്കുവാനും സമീർ ഉസ്താദിന്റെ തദബ്ബുറുൽ ഖുർആൻ കോഴ്സ് കൊണ്ട് കുറെയൊക്കെ സാധിച്ചു. ഓരോ തവണ ഉസ്താദിന്റെ ക്ലാസ് കേൾക്കുമ്പോഴും ആകാംക്ഷയും അത്ഭുതവുമായിരുന്നു. ഇങ്ങനെയും ഇതിനർത്ഥം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കാൻ സാധിച്ചു. അതിനുശേഷം ഉസ്താദിന്റെ തദബ്ബുറുൽ കോഴ്സിന് ശേഷം ഞാൻ തഫ്സീർ വെച്ചിട്ട് ഖുർആൻ ഓതിയിട്ടുള്ളൂ. ഓതുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ പിന്നെ എന്നെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഓരോ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും ഒക്കെ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു താല്പര്യം തോന്നി. അപ്പൊ ഇനിയും പഠിക്കണം, ഇനിയും മനസ്സിലാക്കണം എന്ന് തോന്നി. അപ്പൊ അങ്ങനെയാണ് വീണ്ടും വന്നു ചേർന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും എന്നെ പോലെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ പഠിച്ച തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു മഹാദൗത്യം ഏറ്റെടുത്ത സമീർ ഉസ്താദിനും കുടുംബത്തിനും സർവശക്തന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. മഷ്കൂർ സുമിത. അടുത്തതായി ആശംസകൾ അറിയിക്കാൻ വേണ്ടി സഹോദരി നിഷ ആസിഫിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. തദബ്ബുറുൽ ഖുർആൻ എന്നുള്ള ഈ ഒരു സംരംഭത്തില് ഞാൻ ആദ്യമായിട്ടാണ് ചേരുന്നത്. എന്നിട്ടും ഈ ഒരു ആശംസക്ക് വേണ്ടിയിട്ട് എന്നെ കൺസിഡർ ചെയ്ത സമീർ ഉസ്താദിനെ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ആകസ്മികമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ബാച്ചിനെ പറ്റിയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു ഖുർആനായത്ത് ഞാൻ ഇങ്ങനെ സൂറ മുഹമ്മദില് 24ാമത്തെ ആയത്ത് അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ, അത് ബൈഹാർട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ ശരിക്കും കൂട്ടർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അത് അവരുടെ മനസ്സുകൾക്ക് പൂട്ടുകൾ ഇട്ടിട്ടുണ്ടോ? അപ്പൊ അത് എന്റെ അടുത്ത് ചോദിക്കുന്ന മാതിരി എനിക്ക് തോന്നി. ഞാൻ ആദ്യം ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ പറയാ, നമ്മളതിലേക്ക് എത്തിച്ചേരാനായിട്ട് പഠിച്ചോണ്ടിട്ട് തന്നതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കാണ്. അപ്പൊ എന്താ പറയാ, ബാച്ച് 7 എന്ന് പറയുമ്പോ ഇതിനു മുമ്പ് 6 ബാച്ച് കടന്നുപോയി, എന്നിട്ട് ഞാൻ അതിലേക്ക് കടന്നു വന്നിട്ടില്ല. അതിലിപ്പൊ എനിക്കൊരു വിഷമം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ 1, 2, 3, 4 ബാച്ച് അറ്റൻഡ് ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. എന്നെപ്പോലെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് ഇപ്പോഴെങ്കിലും ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. സമീർ ഉസ്താദിന്റെ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ആയിട്ട് ധാരാളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് എല്ലാ ക്ലാസ്സുകളിലേക്കും ഇനി അറ്റൻഡ് ചെയ്യാനിരിക്കുന്നത് ഇൻഷാ അള്ളാ. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും, എനിക്ക് അതുപോലെ ഈ കൂട്ടത്തിൽ നമ്മുടെ ബാച്ചിൽ 53-54 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവർക്കും റബ്ബ് അതിനുള്ള ആയുസ്സും ആരോഗ്യം നൽകട്ടെ. അതുപോലെ ഈ ക്ലാസ് 5-6 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അത് കംപ്ലീറ്റ് ചെയ്യാനും അള്ളാഹു ഉസ്താദിന് നല്ല രീതിയിൽ ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. അതുപോലെ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താന് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ കോഴ്സിന് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാ. അടുത്തതായി സഹോദരി ജസീറ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഞാൻ തദബ്ബുർ കോഴ്സ് മുൻപും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു തവണ കൊറോണ സമയത്തായിരുന്നു. ഒരു തവണ അൽഹംദുലില്ലാ നമുക്ക് ഓഫ്ലൈനായിട്ട് കോഴ്സ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഉസ്താദ് സമീർ ഉസ്താദിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. തദബ്ബറിൻ്റെ മാത്രമല്ല, നമ്മുടെ ഖുറാൻ ക്ലാസ്സിൻ്റെ അധ്യാപകനും കൂടിയായിരുന്നു. സമീർ ഉസ്താദ് ആണെങ്കിലും സക്കീർ ഉസ്താദ് ആണെങ്കിലും രണ്ടുപേരെ ഇന്ന് ഈ വേദിയിൽ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നുകയും ചെയ്ത്. കുറച്ചായി രണ്ടുപേരെ ഒരുമിച്ച് കണ്ടിട്ടും അൽഹംദുലില്ലാ. ഇപ്പം നമ്മൾ തദബ്ബർ കോഴ്സ് മുൻപ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം നമുക്കറിയാം, ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ വയസ്സും അതുപോലെ തന്നെ നമ്മുടെ അറിവുകൾ, ചിന്തകൾ, അനുഭവങ്ങൾ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഞാനായിരിക്കില്ല ഈ വർഷം എത്തുമ്പോൾ. അപ്പം അതുപോലെ തന്നെയാണ് ഖുറാന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ചിന്തകൾ കൂടുന്തോറും ഇനിയും നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ടെന്നുള്ള ആ ചിന്ത തന്നെയാണ് വീണ്ടും എന്നെ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളതും. ഇപ്പം മാത്രമല്ല, നമുക്കും മാത്രമല്ല, ഇപ്പൊ ഉസ്താദിനും അതുപോലെ തന്നെയാണ്. ഓരോ വർഷം കൂടുന്തോറും ഉസ്താദിന്റെ ചിന്തകളൊക്കെ കൂടും. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിനെക്കാട്ടി കൂടുതലായിട്ട് ഈ വർഷം നമുക്ക് ഉസ്താദിന് പറഞ്ഞു തരാൻ കഴിയുന്നുള്ള ഒരു ചിന്തയും കൂടിയുണ്ട്. പിന്നെ ഖുറാനാണ് വിഷയം എന്ന് പറഞ്ഞാൽ എത്ര ആയങ്ങൾ പോയാലും പഠിച്ചാലും തീരൂല. വീണ്ടും വീണ്ടും ആയങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, ഇത് ഇപ്പം ഞാൻ എന്നല്ല, നമ്മുടെ കൂടെ ബാച്ചിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഇത് പഠിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒപ്പം ഖുറാനെ നെഞ്ചിലേറ്റുകയും അതോടൊപ്പം തന്നെ നാഥനുമായിട്ടുള്ള അടുപ്പം കൂടുതൽ ഉണ്ടാക്കിയൊക്കെ ചെയ്യാൻ ഉപകരിച്ചിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഈ തദബ്ബുർ എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ ഉസ്താദ് നമുക്ക് ഇത് എടുത്തരുന്നത് വീണ്ടും സൗജന്യമായിട്ടാണ്. ഇപ്പൊ 7ാമത്തെ ബാച്ചായി. കുറേ ആൾക്കാർക്ക് സമീർ ഉസ്താദ് ഇത് കോഴ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പഠിച്ചോനെ ഇനിയും ആരോഗ്യ ആയുസ്സൊക്കെ കൊടുക്കട്ടെ ഉസ്താദിനും, അതുപോലെ തന്നെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. അതുപോലെ തന്നെ ഇന്ന് കോഴ്സ് ചെയ്യാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദിനും എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. നമുക്ക് ഖുറാനെ കൂടുതൽ നല്ല ആയങ്ങളിലേക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സഹോദരി സുനീവെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സമീർ ഉസ്താദ് കൂടെ 5th ബാച്ചിൽ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ നിർഭാഗ്യവശാല് അത് പകുതിയിൽ ഞാൻ നിർത്തിപ്പോയി. അപ്പം ഈ ഒരു ഓൺലൈൻ ക്ലാസ് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് അതിലേക്ക് രജിസ്റ്റർ ചെയ്തു. അതിന്റെ ആ ഒരു മാധുര്യം പകുതിയെങ്കിലും കിട്ടിയെങ്കിലും അള്ളാഹുവിനോടും ഖുറാനിനോടൊക്കെയുള്ള ആ ഒരു ബന്ധം അത് എത്രത്തോളം മധുരമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് സമീർ ഉസ്താദെ തദബ്ബുർ ഖുർആൻ ക്ലാസ്സിലൂടെയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അതുപോലെ എന്നെക്കുറിച്ചും എൻ്റെ ചുറ്റുപാടുള്ള ഓരോ വ്യക്തികളെ കുറിച്ചും അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടികളെ കുറിച്ചുള്ള ആ ഒരു അനുഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ഈ ഒരു ക്ലാസ്സിലേക്ക് പങ്കെടുത്തു തുടങ്ങിയപ്പോഴാണ്. അപ്പൊ അത് മാത്രല്ല, തഫ്സീർ എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കത് വായിക്കാൻ അറിയില്ലായിരുന്നു. ഈ ഒരു തദബ്ബുർ ഖുറാനിൽ ചേർന്നപ്പോഴാണ് തഫ്സീർ ഏതൊക്കെ വഴിയിലൂടെ ഖുറാനിലെ ഏതൊക്കെ ആയത്തുകളിലൂടെയാണ് നമ്മളത് എത്തിച്ചേരേണ്ടതെന്നും ഒരു കുളത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പം ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് പോലെയാണ് ഉസ്താദ് ഖുറാൻ ക്ലാസ് എടുക്കുമ്പം അതിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളത്.
ആ ഒരു വെള്ളത്തിന്റെ ഓരോ ഇതിലേക്ക് ഇറങ്ങുമ്പോഴും അതിന്റെ ആ ഒരു മാധുര്യം കൂടി കൂടി വരുന്നതാണ്. അതൊരു ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു കുളിര് കിട്ടുന്ന ആ ഒരു തരത്തിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഗ്രൂപ്പിലും ഉസ്താദ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിലും. എനക്കും എൻ്റെ കൂടെ ഇപ്പൊ ഇതിൽ ആരൊക്കെ വിദ്യാർത്ഥികളായിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും മുടക്കങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ ഇത് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നും അതിനുള്ള ആരോഗ്യവും ആഫിയത്തൊക്കെ ഉസ്താദിന് കൂടുതൽ അറിവും എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സക്കീർ ഉസ്താദെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സക്കീർ ഉസ്താദ് ആ ഒരു പ്രഭാഷണം കിട്ടിയപ്പോൾ അതിന്റെയും മാധുര്യം ഒന്നും കൂടെ കൂടി. എല്ലാവർക്കും ഇതിന്റെ എന്റെ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ തദബ്ബുർ ഖുർആന് ഇനിയും വ്യക്തികളിലേക്കും സമൂഹങ്ങളിലേക്കൊക്കെ എത്തണം എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് സഹോദരി മഞ്ജു മോഹനെ സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ തദബ്ബുർ ഖുർആൻ എന്നുള്ള പരിപാടി നമുക്ക് ഈ മഹത്തായ പരിപാടി വിജയകരമായി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിന് സർവശക്തനായ അള്ളാഹുവിനോടാണ് ഞാൻ ഹൃദയത്തിൻ്റെ പക്ഷത്തിലായി നന്ദി അറിയിക്കുന്നത്. ഈ ഖുർആനിൻ്റെ വചനങ്ങളെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കാനും അതിലൂടെ ആത്മീയ വളർച്ച നേടാനുള്ള ഒരു മഹത്തായ അവസരമാണ് പഠിച്ചവൻ നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു അനുഗ്രഹം കിട്ടണമെന്നില്ല. ഇങ്ങനെ നമുക്ക് ഈ ഖുർആനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും പിന്നെ അതിന് ഉള്ള അവസരം എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. നമ്മുടെ സമീർ ഉസ്താദ് വളരെയധികം ഒരു മഹത്തായമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് പ്രത്യേകം പഠിച്ച് അതിന് പ്രത്യേക സ്ലൈഡുകൾ ഉണ്ടാക്കി നമുക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രത്യേകം ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു കർമ്മമാണ്. കാരണം ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയം നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തരികയാണ്. അപ്പോൾ എല്ലാവരും അത് കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കും എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പരിപാടി ഉദ്ഘാടനത്തിന് എല്ലാ ആളുകളും പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ള ക്ലാസ്സുകളിലും ഞാൻ എന്നോടും കൂടി ഉണർത്തിയാണ്, ഇനിയുള്ള ക്ലാസ്സുകളിലാണെങ്കിലും എല്ലാവരും ക്ലാസ്സുകൾ മിസ്സാവാതെ കറക്റ്റ് അറ്റൻഡ് ചെയ്യുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. കാരണം ഖുർആൻ നമുക്ക് ഇറക്കിയിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത്, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും ഒരു അനിവാര്യതയുമാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കുള്ള വിജയത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലായിടത്തും നമ്മൾ തന്നെ പല സ്ഥലത്തും ഖുർആൻ്റെ പല ആയത്തുകളും എടുത്തിട്ടിട്ട് ഇങ്ങനെ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർ നേരിട്ട് നമ്മോട് ചിലപ്പോൾ ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ആ സന്ദർഭങ്ങളിലൊക്കെയും ഇതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്ത ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ആളുകളായിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു കാലത്തിൻ്റെ ഒരു അനിവാര്യത കൂടിയാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പഠിച്ച തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഞാൻ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സക്കീർ സാഹിബിനെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. തിരക്കിനിടയിലും സക്കീർ സാഹിബ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തു തന്നു. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഖിറായത്ത് അവതരിപ്പിച്ച സഹോദരി റഹ്മത്ത്, അതുപോലെ സ്വാഗത പ്രഭാഷണം നടത്തിയ സഹോദരി ഹുസ്ന നജീബ്, ആശംസകൾ അറിയിച്ച സഹോദരിമാരായ സുഹ്രാബി, ആബിദ, നിഷാസിഫ്, ജസീറ, സുനീബ, അതുപോലെ പ്രോഗ്രാമിൻ്റെ ആങ്കറായ മുഫീദ അഫ്സൽ, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.